10 ദിവസം കൊണ്ട് കൊച്ചിന്റെ കല്യാണം നടത്തണം. എന്റെ മോനെ അതിന് അതായത് ഉത്തമ ഞാൻ രാവിലെ 4 മണിയാകുമ്പോ എണ്ണിക്കും കേട്ടോ. ഞങ്ങൾ പാരമ്പര്യമായിട്ട് രാവിലെ അപ്പവും മുട്ടയും ചിക്കനും വേണ്ട, പാത്രമൊക്കെ ഞാൻ തന്നെ കഴുകാം. അയ്യോ വേണ്ട വേണ്ട, ഞാൻ തന്നെ എല്ലാവരും ഡ്രസ്സ് അലക്കാം. അയ്യോ അമ്മ പണിയൊന്നും ചെയ്യല്ലേ, എല്ലാം ഞാൻ തന്നെ ചെയ്യാം. അമ്മ പണിയൊന്നും ചെയ്യരുതേ. അമ്മ പണിയൊന്നും ചെയ്യരുതേ. ഇച്ചയും കള്ളു കുടിച്ചോ കഞ്ചാവ് പിടിച്ചോ വേണേ എന്നിട്ട് അടിച്ചു. ആണുങ്ങളായ കള്ളു കുടിക്കും കഞ്ചാവ് പിടിക്കും, അതൊക്കെ പെണ്ണുങ്ങളായ കൂടി സഹിക്കണം അല്ലേ? ഞാനത് സഹിച്ചോളാം. ഇച്ചായും കുടിച്ചോ ഞാൻ സഹിച്ചോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് സന്തോഷമാണ്, ഞാൻ എല്ലാം സഹിച്ചോളാം. അയ്യോ ഇല്ലല്ലോ, എനിക്ക് എല്ലാവരുടെയും പെർമിഷൻ വേണം. കുടുംബശ്രീക്കാരുടെ, അയൽക്കൂട്ടംകാരുടെ, തൊഴിലുറപ്പുകാരുടെ, അമ്മയുടെ, അച്ഛന്റെ, ചേട്ടന്റെ, അമ്മയുടെ, നാത്തോന്റെ എല്ലാവരുടെയും പെർമിഷൻ കിട്ടണം. കുടുംബക്കാരെ, നാട്ടുകാരെ, അയൽക്കാരെ എല്ലാവരുടെയും പെർമിഷൻ കിട്ടിയാലേ ഞാൻ എന്റെ അമ്മയുടെ അച്ഛനെ കാണാൻ പോകത്തുള്ളൂ. അത് രാവിലെ പോയാൽ വൈകിട്ട് വരും, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മതി. ഞാനൊന്ന് പോയി ഇങ്ങനെ കണ്ടിട്ട് അപ്പൊ തന്നെ ഓടി വരും. ഞാനുള്ള പെർമിഷൻ ഇല്ലാന്ന് എന്റെ വീട്ടിൽ പോകത്തൊന്നുമില്ല. എനിക്ക് എന്റെ അമ്മായിയമ്മയാ വലുത്. അമ്മായിയമ്മയല്ല, അമ്മയാണ് വലുത്. പെൺകൊച്ചിനെ കിട്ടുമോ? അതെ, നിങ്ങളുടെ മോനെ കെട്ടിക്കണ്ട, അതാ നല്ലത്. ഒരു കാര്യം ചെയ്യ്, വീട്ടിലേക്ക് ആളെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുതരാം. വീട്ടിൽ പണിയാ ശമ്പളം കൊടുത്ത് ഒരു കൊച്ചിനെ നിർത്താം, വേലക്കാരിയെ കൊണ്ട് നിർത്തുക ശമ്പളം കൊടുത്ത്. പെൺകൊച്ചിനെ കെട്ടിക്കണം പോലും അവർക്ക്. മകനെ കൂട്ടിക്കെട്ടി വയ്ക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. പറ്റുമെങ്കിൽ ചങ്ങലക്കിട്. പെൺകൊച്ചിനെ കെട്ടിക്കാൻ നടക്കുമെന്ന് പറയട്ടല്ല, നിങ്ങൾക്കിട്ട് ആദ്യം രണ്ടും പൊട്ടിക്കണ്ടേ.